ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാഭാഗം 2 രാജാക്കന്മാർ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 5-ാം അധ്യായം 26-ാം വാക്യം. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസ്യദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? പ്രവാചകനായ എലീശയുടെ ശുശ്രൂഷയിലെ അത്ഭുതകരമായ സംഭവങ്ങളാൽ സമ്പന്നമാണ് ഇന്നത്തെ വായനഭാഗം. ഇതിലൂടെ ദൈവത്തിൻ്റെ കരുതലും അത്ഭുതകരമായ ശക്തിയും വെളിപ്പെടുന്നതായി കാണുന്നു. ഇതിലൂടെ ദൈവം ദൂരെ മാറി നിൽക്കുന്നവനല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സജീവ സാന്നിധ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നവനാണ്. വിധവയായ സ്ത്രീയുടെ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നതായി കാണുന്നു. അവളുടെ ജീവിതത്തിൽ വേദന നിറഞ്ഞപ്പോൾ ദൈവം അവളെ മറക്കുന്നില്ല. അവിടെ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുവാനോ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് അവളിലെ ഉള്ള സാധ്യതകൾ അന്വേഷിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളിലും നമ്മിലെ ഉള്ള സാധ്യതകൾ തിരിച്ചറിയുവാൻ നാം ശ്രമിക്കണം. വളരെ കുറഞ്ഞ അളവിലെ എണ്ണയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നതായി നാം കാണുന്നു. ജീവിതത്തിൻ്റെ ശൂന്യതകളിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മിലെ ഇല്ലായ്മകളോ കുറവുകളോ ദൈവത്തിന് വിഷയമല്ല. വളരെ ചെറുതാണ് നമ്മുടെ കരങ്ങളിൽ ഉള്ളതെങ്കിൽ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. എന്നാൽ നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നാം നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ തുറന്ന് സമ്മതിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരും. രണ്ടാമതായിട്ട്, ദൈവം വഞ്ചന പൊറുക്കാത്തവനാണ്. ഗേഹസി അരാമ്യനായ നയമാൻ്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ കരസ്ഥമാക്കുന്നത് നമ്മൾ ഇന്ന് വായിച്ചതാണ്. എലീശ പ്രവാചകൻ നിരസിച്ചത് ആരും അറിയാതെ അത് ഗേഹസി സ്വന്തമാക്കുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കുറിവാക്യത്തിൽ അവിടെ കാണുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ ഫലം ഗേഹസിക്ക് ശിക്ഷയായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവം നീതിമാനാണ്. അവൻ നമ്മെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയെങ്കിൽ അനീതിയായ സ്വഭാവവും വഞ്ചനയും നമ്മെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു പ്രധാന സത്യമാണ്. അതിനാൽ നമ്മുടെ കുറവുകൾ നമുക്ക് ഏറ്റുപറയാം. വിശ്വാസത്തോടും അനുസരണയോടും കൂടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ തീർച്ചയായും അവൻ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് പൊറുക്കാൻ പറ്റാത്തതായ ഏതെങ്കിലും സ്വഭാവ രീതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ ഇന്നത്തെ തിരുവചനം, ഇന്നത്തെ വായനാഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹകരമായ രീതിയിൽ ജീവിതം നയിപ്പാൻ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ അങ്ങ് നിറയ്ക്കണമേ. വിശ്വാസത്തിലും അനുസരണയിലും ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ആമേൻ.